Hello students, ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് സൊല്യൂഷൻ ഓഫ് സർക്കുലർ ബാർ സബ്ജക്റ്റ് ടു ടോർഷൻ സെൻവിനാൻസ് മെത്തേഡ് വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻവിനാൻസ് മെത്തേഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം ഒരു പ്രിസ്മാറ്റിക് ബാർ ഓഫ് ഇറഗുലർ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്ത് ജനറൽ ഇക്വേഷൻസ് എല്ലാം ഡെറൈവ് ചെയ്തു. അതിനുശേഷം നമ്മൾ വാർപ്പിംഗ് ഫംഗ്ഷൻ സൈ ഈക്വൽ ടു AXY എന്ന് പറഞ്ഞ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനിൽ ടോർഷൻ വന്നാൽ എങ്ങനെയും ഇരിക്കുമെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നോക്കാം സർക്കുലർ ബാറിൻ്റെ കേസിൽ വാർപ്പിംഗ് ഫംഗ്ഷൻ സൈ എന്താണ് എന്ന് ഉള്ളത് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതിനകത്തെ ടോർഷൻ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന 3 ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എടുക്കുന്നു. ബൗണ്ടറി കണ്ടീഷൻസിൽ നിന്ന് കിട്ടിയ dy/ds ഇൻറ്റു ഡോസൈ ബൈ ഡോ എക്സ് മൈനസ് വൈ മൈനസ് dx/ds ഇൻറ്റു ഡോസൈ ബൈ ഡോ വൈ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഞാൻ പറയുന്നു വാർപ്പിംഗ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഇവിടെ AXY അല്ല, ഇവിടെ മറ്റൊരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. സോ സർക്കുലർ സെക്ഷൻ്റെ കേസിൽ വാർപ്പിംഗ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. കോൺസ്റ്റൻ്റ് തൽക്കാലം C ആയി നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ മേളിൽ കാണുന്ന സൈ എന്ന് പറയുന്നതിന് നിങ്ങൾ കോൺസ്റ്റൻ്റ് C എന്ന് കൊടുക്കുക. അപ്പോൾ dy/ds ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓ CY മൈനസ് dx/ds ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു C പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെയുള്ള ഇക്വേഷൻസിലേക്ക് നമ്മൾ വരും. അതിനുശേഷം നമുക്കതിനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് -y ഇൻറ്റു dy/ds മൈനസ് എക്സ് ഇൻറ്റു dx/ds ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. കാരണം എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇത് 0 ആയിട്ട് മാറും. ബാക്കി നിൽക്കുന്ന 2 ടേം നമ്മളവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ലെഫ്റ്റ് LHS ആൻഡ് RHS. അപ്പോൾ നമുക്ക് d/ds ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് വരും. d/ds പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് വരിക 2 നമ്മൾ കൺസിഡർ ചെയ്ത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നേരത്തെ കേസ് -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും RHS റൈറ്റ് 0 ആയതുകൊണ്ട് ആ 3 അവിടെ ഇല്ലാണ്ടായി പോയിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് ഏകദേശം d/ds ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 0 എന്ന് വരും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താലോ, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ d/ds മാഞ്ഞു പോയിക്കോളും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ 0നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇക്വേഷൻ ഫോർ എ സർക്കിൾ. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഡയറക്റ്റ് ആയിട്ട് ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് ഈസ് ഈക്വൽ ടു G ഇൻറ്റു J ഇൻറ്റു തീറ്റ. J ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡോസൈ ബൈ ഡോ വൈ മൈനസ് വൈ ഇൻറ്റു ഡോസൈ ബൈ ഡോ എക്സ് ഇൻറ്റു dx/dy. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് നമുക്ക് സൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ സൈ എന്ന് പറയുന്ന വാർപ്പിംഗ് ഫംഗ്ഷനാണ്. വാർപ്പിംഗ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കോൺസ്റ്റൻറ്റ് C ആയിരുന്നു. ആ C നമുക്ക് സൈക്ക് പകരം എഴുതാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ എഴുതുന്നത് എന്താണ്? ഇവിടെ ഈ ടേമും 0 ആയിട്ട് പൊക്കോളും. ഡബിൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dx/dy എന്നാണ് നമുക്ക് ജെയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ദെയർ ഫോർ J ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dx/dy. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. I സഫിക്സ് പി ആണ് പോളാർ മൗണ്ട് ഓഫ് ഇനർഷ്യ. നമ്മൾ നോർമലി J എന്ന് പറയുന്നത് പോളാർ മൗണ്ട് ഓഫ് ഇനർഷ്യ. നമ്മൾ അത് എലിപ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ J ആണ് പോളാർ മൗണ്ട് ഓഫ് ഇനർഷ്യ. I_P എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ കേസിലെ പോളാർ മൗണ്ട് ഓഫ് ഇനർഷ്യയാണ് I_P. സർക്കിളിൻ്റെ കേസിൽ T ഈസ് ഈക്വൽ ടു G/J തീറ്റ എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്നു G ഇൻറ്റു IP ഇൻറ്റു തീറ്റ. സർക്കിൾ ആകുമ്പോൾ I_P എഴുതണം, എലിപ്സ് ആകുമ്പോൾ J എഴുതിയാൽ മതിയാവും. ഓക്കെ, ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ കണ്ടുപിടിക്കാം. ഇതിൽ നിന്നും തീറ്റ നമുക്ക് പുറത്തെടുക്കണം. തീറ്റ ആദ്യം സൈ C ആണെന്നറിയാം, സൈ വേണം നമുക്ക്, തീറ്റയും വേണം. തീറ്റ ഈസ് ഈക്വൽ ടു T/GIP ആണല്ലോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ സ്ട്രെസ് കമ്പോണൻസ്. അപ്പോൾ ടോ വൈ സെഡ് നമുക്ക് നമുക്ക് ആകെയുള്ള സ്ട്രെസ് കമ്പോണൻസ് ടോ വൈ സെഡും ടോ എക്സ് സെഡും ആണ്. ടോ വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? G തീറ്റ ഇൻറ്റു d/dy ഓഫ് C, അതായത് G തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈ. ഈ സിക്ക് പകരം എന്തായിരുന്നു? സൈ ആയിരുന്നു ആദ്യം, സൈ പ്ലസ് എക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് G തീറ്റ ഇൻറ്റു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് നമുക്ക് 0 ആയി പോവും. ഈ ക്യാൻസ്റ്റേം 0 ആയി പോവും. അപ്പോൾ G തീറ്റ ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ G ഇൻറ്റു തീറ്റയ്ക്ക് പകരം T/GIP എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് T/GIP ഇൻറ്റു എക്സ് എന്ന് വരും. G ക്യാൻസലായി പോവും, ഈ G ക്യാൻസലായി പോവും, G ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് T ഇൻറ്റു x/IP. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ വരിക, T ഇൻറ്റു x/IP. അപ്പോൾ സിമിലറായിട്ട് നമുക്ക് ടോ എക്സ് സെഡ് എന്താണ്? G തീറ്റ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് വൈ. സൈക്ക് പകരം C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
ഈ ടേം നമുക്ക് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 ആയി പൊക്കോളും. ഇത് മൈനസ് ടി വൈ ബൈ ഐ പി എന്ന് വരും. അപ്പോൾ ടോ എക്സ് ഇസഡിൻ്റെ വാല്യൂ മൈനസ് ടോ വൈ ബൈ ഐ പി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റെ ഷിയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, ടോ വൈ സെഡ് ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് സെഡ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് വരിക ടി ആർ ബൈ ഐ പി എന്ന് വരും. വളരെ സിമ്പിളായിട്ട് മാക്സിമം അല്ലെങ്കിൽ റിസൾട്ടൻ്റെ ഷിയർ ഈസ് ഈക്വൽ ടു ടി ആർ ടി ടോർക്ക് ഇൻറ്റു ആർ റേഡിയസ് ഡിവൈഡ് ബൈ ഐ സഫിക്സ് പി പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഐ ഇൻറ്റു പി അല്ല, ഐ സഫിക്സ് പി. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻ്റെ സ്ട്രെസ്സും കൂടെ കണ്ടുപിടിച്ചാൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ടോ വൈ സെഡ് ബൈ ടോ എക്സ് സെഡ്. അപ്പോൾ ടി എക്സ് ബൈ ഐ പി ഐ സഫിക്സ് പി ഹോൾ ഡിവൈഡ് ബൈ മൈനസ് ടി വൈ ബൈ ഐ സഫിക്സ് പി മൈനസ് എക്സ് വൈ ബൈ ടാൻ ആൽഫയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. തീർന്നു, ഇത്രയുള്ള ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ എളുപ്പത്തിൽ പറയാം. ആദ്യം ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കുക. ബൗണ്ടറി കണ്ടീഷൻസ് എടുത്ത് ഈ ഇക്വേഷൻ എഴുതുക. അതിന് ശേഷം സൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് രീതിയിൽ എഴുതുക. സർക്കിളിൻ്റെ കേസിൽ സൈ കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷനിലേക്ക് എസ് പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് വരും. പിന്നെ നമുക്ക് ടോർക്ക് എഴുതാം. ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതി അതിനകത്ത് നിന്ന് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടിയെല്ലാം ചെയ്യുന്നത്. നമ്മൾ തീറ്റ കണ്ടുപിടിച്ചു, ടി ഡിവൈഡ് ബൈ ജി ഐ പി. അതിനുശേഷം ടോ വൈ സെഡും ടോ എക്സ് സെഡും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സൈഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ടോ വൈ സെഡിനകത്ത് നമ്മൾ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? തീറ്റയുടെ വാല്യൂ, സൈഡ് വാല്യൂസിൻ്റെ കേസിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ തീറ്റയ്ക്കും ഈ സൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയി, സൈക്ക് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോ എക്സ് സെഡും ടോ വൈ സെഡും കിട്ടും. അതിനുശേഷം അതിൻ്റെ റിസൾട്ടൻ്റെ ഷിയർ കണ്ടുപിടിക്കുക. ഇവിടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. മാക്സിമം റിസൾട്ടൻ്റെ ഷിയർ ടി ആർ ബൈ ഐ പി തന്നെ വന്നു. എലിപ്സ് ആയപ്പോൾ ഇച്ചിരി കൂടി ലെങ്തി ആയിട്ടാണ് വന്നത്. അപ്പോൾ ടാൻ ആൽഫ ഡയറക്ഷൻ കണ്ടുപിടിക്കുക, ടി എക്സ് ബൈ ഐ സഫിക്സ് പി ബൈ മൈനസ് ടി വൈ ബൈ ഐ സഫിക്സ് പി മൈനസ് എക്സ് വൈ ബൈ. ഇത്രേ ഉള്ളൂ സർക്കിളിൻ്റെ കേസിൽ ഇക്വേഷൻ വരിക സെയിൻറ്റ് വിനാൻസ് മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു.